നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അമ്മേ, സിധു, അമ്മേ, അമ്മ എനിക്കെന്താ പറ്റി? ഞാൻ എങ്ങനെ ഇവിടെ വന്നേ? ഒന്നുമില്ലടാ, നിനക്കൊന്നും പറ്റിയിട്ടില്ല. ഇങ്ങനെ നിന്നെ കാണുമ്പോ അമ്മയ്ക്ക് എന്ത് സന്തോഷാണെന്നറിയോ? മുത്തശ്ശി, അച്ഛാ, നിങ്ങളെയൊക്കെ കാണുമ്പോ കണ്ടിട്ട് ഒരുപാട് നാളായ പോലെ തോന്നുക. എന്റെ ഓർമ്മയ്ക്ക് എന്താ പറ്റിയേ? എനിക്കൊന്നും ഓർമ്മിക്കാൻ കഴിയുന്നില്ല. ഒന്നുമില്ല മോനെ, നിന്റെ അമ്മ പറഞ്ഞത് കേട്ടില്ലേ? നിനക്കൊന്നും പറ്റിയിട്ടില്ല. ശരീരത്തിന് പനി വരും പോലെ നിന്റെ മനസ്സിനൊരു പനി വന്നു എന്ന് കരുതിയാ മതി. എല്ലാം മാറിയല്ലോ. അമ്മേ മഹാമായേ, നീ എന്റെ പ്രാർത്ഥന കേട്ടല്ലോ. അച്ഛാ, അച്ഛനെങ്കിലും പറയും എനിക്ക് എന്താ അസുഖം? ഞാൻ നിങ്ങളൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിപ്പിച്ചോ? ഇല്ല. സിദ്ധു, നീ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിച്ചത് നിന്റെ ഈ അച്ഛനെ തന്നെയാ. പാവം, ഒരുപാട് കഷ്ടപ്പെട്ടു. ഒരുപാട് ഇമോഷണലായി അവരെ ബുദ്ധിമുട്ടിക്കണ്ട. കുറച്ച് സമയവും സാവകാശമൊക്കെ കൊടുത്താൽ മതി. എല്ലാ ഓർമ്മകളും സിദ്ധാർത്ഥന് തിരിച്ചു കിട്ടും. തലവേദനയോ മറ്റെന്തെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ കുട്ടിനെ ഫ്രീ ആയിട്ട് വിട്ടാൽ മതി. ഉറങ്ങട്ടെ സ്വസ്ഥമായിട്ട്. കുറച്ച് ഉറങ്ങുമ്പോ തന്നെ പകുതി അസുഖം മാറി കിട്ടും. എങ്ങനെയാ സ്വാമിയച്ഛനോട് നന്ദി പറയാ? എന്റെ മോനെ ഇനി ഇങ്ങനെ കാണാൻ പറ്റുമെന്ന് ഇതിനൊക്കെ ജീവിതാവസാനം വരെ അങ്ങയോട് കടപ്പെട്ടിരിക്കുക. നിങ്ങൾ നന്ദി പറയേണ്ട എന്നോടല്ല, ആ പെൺകുട്ടിയോടാ. എന്താ കുട്ടൻ ഓർമ്മയുണ്ടോ? ആ മാലാഖെ, കുട്ടന്റെ പ്രിയപ്പെട്ട ഏഞ്ചലിനെ. കുട്ടന്റെ അസുഖം മാറാനുള്ള പ്രധാന കാരണം മനോരഞ്ജിതമെന്ന അപൂർവ പുഷ്പവും ആ സിദ്ധൌഷധവുമാണ്. ഉൾക്കാട്ടിൽ സർപ്പങ്ങൾ കാവൽ നിൽക്കുന്ന, വർഷത്തിലൊരിക്കൽ പൗർണമി നാളിൽ മാത്രം പൂക്കുന്ന ആ പൂ തേടിപ്പിടിച്ച് എനിക്ക് എത്തിച്ചു തന്നത് അവളാ. നേരിട്ട് എന്നെ അവളോട് നന്ദി പറഞ്ഞോളൂ, ഞാൻ വിളിച്ചുതരാം. താങ്കൾ വിളിക്കുവാൻ ശ്രമിക്കുന്ന നമ്പർ ഇപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ. അങ്ങനെ പതിവുള്ളതല്ല. സാരമില്ല, ആരെ സഹായിച്ചാലും ഒന്നും തിരിച്ച് പ്രതീക്ഷിച്ച് ചെയ്യുന്ന ആളല്ല. എന്താ, കുട്ടന് ഏഞ്ചലിനെ കാണണമെന്നില്ലേ? രണ്ടുപേരും വലിയ കൂട്ടായിരുന്നല്ലോ. ഏഞ്ചലോ? സോറി, എനിക്കൊന്നും ഓർക്കാൻ പറ്റുന്നില്ല. സാരമില്ല, എല്ലാം കലങ്ങി തെളിഞ്ഞു വരും. അത്രയ്ക്ക് ശക്തിയുള്ള മരുന്നാ ഉള്ളിൽ ചെന്നിരിക്കുന്നത്. ഇറ്റ് ടേക്ക് ഇറ്റ്സ് ഓൺ ടൈം. മരുന്നുകൾ മുടക്കരുത്. പിന്നെ അറിയാലോ, ഇടയ്ക്ക് വെച്ച് എന്തോ മരുന്ന് മാറിക്കഴിച്ച കഥ, അതൊന്നും ഇനി ആവർത്തിക്കരുത്. ഇല്ല സ്വാമിയച്ഛ, എല്ലാം ശ്രദ്ധിച്ചോളാം. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. കഴിയുമെങ്കിൽ ഇന്ന് തന്നെ ഞങ്ങൾക്ക് സിറ്റിയിലേക്ക് തിരിക്കണം. ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും അപകടമാ. പക്ഷെ അമ്മയോട് ഒരു വാക്ക് പറയാതെ നമ്മൾ പോയി കഴിഞ്ഞാ എന്നേക്കോയി നമ്മൾ ഇവിടുന്ന് പുറത്താവും. പിന്നെ തിരിച്ചു വരാൻ പറ്റില്ല. അതൊന്നും ഇപ്പൊ നോക്കി നിൽക്കേണ്ട കാര്യമില്ല. എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെടണം. അല്ലാതെ സിദ്ധാർത്ഥന്റെ മുമ്പിൽ ചെന്നപ്പെട്ട് കഴിഞ്ഞാലേ അവൻ എന്റെ ചീട്ട് കീറും. എല്ലാത്തിന്റെ പിന്നെ ഞാനാണെന്ന് അറിഞ്ഞാൽ ഈട്ടൻ പിന്നെ അടങ്ങിയിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? സ്വബോധം തിരിച്ചു കിട്ടിയ ഉടനെ സംഭവിച്ചതെല്ലാം നിങ്ങളുടെ അമ്മയോടും ചേട്ടനോടും അവൻ പറഞ്ഞിട്ടുണ്ടെങ്കിലോ? എടി, അതാ ഞാൻ പറഞ്ഞത്. അവര് വരുന്നതിന് മുമ്പ് നമുക്ക് സ്ഥലം വിടണമെന്ന്. നമ്മൾ എങ്ങോട്ടേ പോകുന്നത് അത് തീരുമാനിച്ചോ? അയ്യോ, അതൊക്കെ നമുക്ക് കാറിൽ ഇരുന്ന് ആലോചിക്കാം. നീ വന്ന് വേഗം ഇറങ്ങാൻ നോക്കും. ആരോടും പറയാതെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഒളിച്ചോടിയെന്നല്ലേ എല്ലാരും പറയുന്നു. താഴെ വാച്ച്മാനില്ലേ, അവനോട് പറഞ്ഞിട്ട് നമുക്ക് ഇറങ്ങാമെന്ന്. നീ വേഗം ഒന്ന് ഇറങ്ങാൻ നോക്ക് എന്റെ മായേ. അവരിപ്പോ ഹോസ്പിറ്റലിൽ നിന്ന് പുറപ്പെട്ട് കാണും. പെട്ടി എടുത്തോണ്ട് വേഗം ഇറങ്ങാം.
തന്ന സമയം കഴിഞ്ഞു. ഇനിയിപ്പോ ഇവിടെ എന്ത് സംഭവിച്ചാലും ഞാൻ ഉത്തരവാദിയല്ല. ഒന്നുകിൽ ഇവിടെ നമ്മൾ തമ്മിലുള്ള കല്യാണം നടക്കും, അല്ലെങ്കിൽ ദേ ഇയാളുടെ ശവദാഹം. മോനെ ഭദ്ര, നിങ്ങൾ മിണ്ടരുത്. ദയവേത് എന്റെ ചേച്ചിയെ ഉപദ്രവിക്കരുത്. എന്റെ കാശ് എത്രയും പെട്ടെന്ന് ഞങ്ങൾ തന്നു തീർക്കും. അല്ലെങ്കിൽ ഈ വീട് നിങ്ങൾ എടുത്തു. എന്റെ മോളെ വെറുതെ വിട്. എന്താ ഇത്? അയ്യേ, കാശിന്റെ കാര്യമൊക്കെ കഴിഞ്ഞില്ലേ? ഇനിയിപ്പോ ആർക്കാ വേണ്ടേ? എനിക്കിതേ ഇവിടെ മതി. മോളെ, നിനക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും മിടുക്കനാണിവൻ എന്റെ മോൻ ഭദ്രൻ. അതെന്താ നീ മനസ്സിലാക്കാത്തത്? നിനക്ക് മഹാറാണിയെ പോലെ കഴിയാം എന്റെ മോന്റെ കൂടെ. ഞാൻ എന്താ തെറ്റെയ്തിട്ട് നിങ്ങളൊക്കെ എന്നോട് ഇങ്ങനെ പെരുമാറുന്നത്? നിങ്ങളുടെയൊക്കെ കാലം ഞാൻ പിടിക്കാം. എന്നെ വെറുതെ വിട് പ്ലീസ്. മോളെ, ഭദ്രന്റെ പെണ്ണെന്ന് പറഞ്ഞ് നാട്ടിലിറങ്ങിയ ഒരു വിലയാ. അതറിയോ മോക്ക്? അത് നീ മനസ്സിലാക്കാത്ത എന്താ? എനിക്ക് ആ വില വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഓ, അപ്പൊ മര്യാദയ്ക്ക് പറഞ്ഞാ നീ കേക്കത്തില്ല. മോനെ ഭദ്ര, അയാളുടെ കഴുത്തങ്ങ് അറുത്തേക്കാൻ പറ. വേണ്ട, ഞാൻ പൊക്കോളാം. മോളെ, ചേച്ചി, ഞാൻ പൊക്കോളാം. മിടുക്കി, അങ്ങനെ വഴിക്കുവാ. അമ്മേ, ഇവള് ചിലപ്പോ വല്ല വേലത്തിലും കാണിക്കും. അമ്മയോട് ചെല്ലും. ശരി മോനെ, വാ മോളെ, നമുക്ക് പോയി ഒരുങ്ങാം. വാ, വാടി വാടി. പെട്ടെന്ന് വേണേ, ഞാനിവിടെ വെയിറ്റിംഗാ. അനീഷേട്ടാ, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.